സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 2 ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിലുള്ള മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് വരുന്നത് ട്രൂത്ത് ടേബിളാണ്. ട്രൂത്ത് ടേബിൾ ഫസ്റ്റ് സെക്ഷൻ ട്രൂത്ത് ടേബിൾ. നെക്സ്റ്റ് സെക്ഷൻ without using truth table problems. Without using truth table problems. Truth table problems. Next വരുന്നത് inference theory. Inference theory. Next വരുന്നത് ഡയറക്റ്റ് പ്രൂഫ്, ഇൻഡയറക്റ്റ് പ്രൂഫ്, കോൺട്രാപ്പൊസിഷൻ അതെല്ലാം ഉണ്ടോ. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കോൺട്രാപ്പൊസിഷൻ മെത്തേഡെല്ലാം കോൺട്രാപ്പൊസിഷൻ. ലാസ്റ്റ് വരുന്നത് ക്വാണ്ടിഫയേഴ്സ് ആണ്. ക്വാണ്ടിഫയേഴ്സ്, അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാണ്ടിഫയേഴ്സ്. ഇത്രയാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വണ്ണാണ് ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്ന സെക്ഷൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു സെക്ഷനാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സെക്ഷനാണ് എന്ത് ട്രൂത്ത് ടേബിൾ. അതിലാകെ ഒരു 5 ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കിയെല്ലാം ടേബിൾ വരയ്ക്കാനാണ്. ഈ 5 ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ടേബിളും വരയ്ക്കാം. അതാണ് ട്രൂത്ത് ടേബിൾ. അപ്പോൾ ട്രൂത്ത് ടേബിൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് പറയുന്നുണ്ട്. ലോജിക്കൽ കണക്റ്റീവ്സ് എന്നതിനെ വിളിക്കും, കണക്റ്റീവ്സ്. അതിൽ ഒന്നാമത്തതാണ് ആൻഡ് അല്ലെങ്കിൽ കൺജങ്ഷൻ എന്നതിനെ വിളിക്കും, കൺജങ്ഷൻ എന്ന് വിളിക്കും. ആൻഡ് സിമ്പിൾ ഇതാണ് കേട്ടോ, ഇതാണ് അതിൻ്റെ സിമ്പിൾ. ഇതിനെ നമ്മൾ ആൻഡ് എന്ന് വിളിക്കും, AND ആൻഡ്. നെക്സ്റ്റ് രണ്ടാമത്തത് ഡിസ്ജങ്ഷൻ ആണ്. ഡിസ്ജങ്ഷൻ, ഇതിനെ ഓർ എന്നാണ് നമ്മൾ വിളിക്കുക, OR ഓർ. ഇതിൻ്റെ സിമ്പിൾ ഇതാണ്, V പോലെ. പിന്നെ അടുത്തത് നെഗേഷൻ. നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ സിമ്പിൾ. ഇങ്ങനെ സിമ്പിൾ ഇടാറുണ്ട്, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വളഞ്ഞ പോലെ ഇങ്ങനൊരു സിമ്പിൾ ഇടാറുണ്ട്, നെഗേഷൻ. പിന്നെ അടുത്തത് ഇംപ്ലൈസിനെ നമ്മൾ ഇങ്ങനെയാണ് സിമ്പിൾ ഇടാറ്. പിന്നെ അടുത്തത് ഇഫ് ആൻഡ് ഓൺലി ഇഫ്, രണ്ട് സൈഡിലേക്കും ഉള്ള ആരോ, ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇത്രയും ഓപ്പറേഷൻസ് അറിഞ്ഞാൽ ഏത് സ്റ്റുഡൻറ്റും ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ സാധിക്കും. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ട്രൂത്ത് ടേബിൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാഗ്യമാണ്. നമുക്ക് അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് എന്ത് ട്രൂത്ത് ടേബിൾ. അപ്പോൾ അതിൽ ആദ്യത്തെ ഓപ്പറേഷനാണ് ഞാൻ പറഞ്ഞത്, ഇത് കൺജങ്ഷൻ. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മാത്രം ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. കൺജങ്ഷൻ, അതല്ലെങ്കിൽ ആൻഡ് എന്നതിനെ നമ്മൾ വിളിക്കും അല്ലേ. അതായത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒന്ന് എഴുതി കാണിച്ചു തരാം. ഇപ്പോൾ സപ്പോസ് P എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, Q എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. P ആൻഡ് Q എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നോക്കാം. അതായത് നമുക്ക് PQ 2 സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ 4 പോസിബിലിറ്റീസ് ആണുള്ളത്. 1 1 വരാം, 1 0 വരാം, 0 1 വരാം, 0 0 വരാം. 4 പോസിബിലിറ്റീസാണ്. ആൻഡ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ 2ഉം 1 വന്നാൽ 1, അതർവൈസ് 0. അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചു വെക്കുക. ആൻഡ് എന്നുള്ള ഓപ്പറേഷൻ എങ്ങനെ വർക്ക് ചെയ്യുക, 2ഉം 1 വന്നാൽ മാത്രം 1, അതർവൈസ് 0. അതായത് 1 0 വന്നാലും 0 1 വന്നാലും 0 0 വന്നാലും ഒക്കെ 0. അപ്പോൾ ഇത് 0 ഇത് 0 ഇത് 0. ഈ ഒരു ടേബിൾ, ഈ ഒരു ഓപ്പറേഷൻ മാത്രമേ നമുക്ക് ഈ ട്രൂത്ത് ടേബിൾ പഠിക്കാനുള്ളൂ. ഇങ്ങനെയുള്ളത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഡിസ്ജങ്ഷൻ. രണ്ടാമത്തെ ഓപ്പറേഷനാണ് ഇത് ഡിസ്ജങ്ഷൻ. ഡിസ്ജങ്ഷനെ നമ്മൾ ഓർ എന്നാണ് നൊട്ടേറ്റ് ചെയ്യുക, ഓർ അല്ലേ, ഓർ എന്നാണ് വിളിക്കുക. ഇതാണ് അതിൻ്റെ സിമ്പിൾ. ഡിസ്ജങ്ഷൻ്റെ സിമ്പിൾ ഇതാണ്, V പോലുള്ള സിമ്പിൾ. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ 2 പ്രപ്പോസിഷൻ ഉണ്ട്, Pയും Q എന്ന് വിചാരിക്കുക. P ഓർ Q എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കറിയാം 2 പ്രപ്പോസിഷൻ ആണെങ്കിൽ നമുക്ക് 4 പോസിബിലിറ്റീസാണ് ഉള്ളത് അല്ലേ. ഏതൊക്കെ 4 പോസിബിലിറ്റീസ്? 1 1 1 0 0 1 0 0 അല്ലേ. ഇതാണ് 4 പോസിബിലിറ്റീസ്. ഓർ എങ്ങനെ വർക്ക് ചെയ്യുക? 2ഉം 0 വന്നാൽ മാത്രം 0, അതർവൈസ് 1.
അതായത് 1 1 വന്നാലും 1 1 0 വന്നാലും 1 0 1 വന്നാലും 1 0 0 വന്നാൽ മാത്രം 0. ഈ രണ്ട് ഓപ്പറേഷൻ പഠിക്കുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചാൽ മതി. എങ്ങനെ പഠിച്ചാൽ മതി? ആൻഡ് എന്നുള്ള ഓപ്പറേഷൻ രണ്ടും 1 വന്നാൽ മാത്രം 1, അതർവൈസ് 0. ഓർ എന്നുള്ള ഓപ്പറേഷൻ രണ്ടും 0 വന്നാൽ മാത്രം 0, അതർവൈസ് 1. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോ ഓപ്പറേഷൻസ് പഠിക്കണം. പിന്നെ അടുത്ത നെഗേഷനാണ്. നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതാണ് അതിൻ്റെ സിമ്പിളിലെ, ഇതല്ലെങ്കിൽ ഇത്. ഈ രണ്ട് രീതിയിലാണ് സിമ്പിൾ. അതായത് 1ൻ്റെ ഇപ്പോൾ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ കയ്യിലുണ്ട്. പി 1 ആണെങ്കിൽ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ 0 ആണ്. പി 0 ആണെങ്കിൽ നെഗേഷൻ പി 1 ആണ്. നേരെ ഓപ്പോസിറ്റ്, അതാണ് നെഗേഷൻ കേട്ടോ. നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ, അതാണ് നെഗേഷൻ. പിന്നെ അടുത്ത് ഇംപ്ലൈസ് എന്നുള്ളത് ഒരു 1 സൈഡിലേക്ക് മാത്രമുള്ള ആരോ ആണ് ഇതിൻ്റെ നൊട്ടേഷൻ. ഇംപ്ലൈസ് ഇതെങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇംപ്ലൈസ് സപ്പോസ് നമ്മുടെ കയ്യിൽ 2 പ്രപ്പോസിഷനുണ്ട്, പിയും ക്യൂവും. പി ഇംപ്ലൈസ് ക്യൂ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കറിയാം 2 പ്രപ്പോസിഷനാണെങ്കിൽ നമ്മുടെ കയ്യിൽ 4 പോസിബിലിറ്റീസ്, 1 1 1 0 0 1 0 0, 4 പോസിബിലിറ്റീസ്. നമ്മൾ ഇംപ്ലൈസ് എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ പി ട്രൂവും ക്യൂ ഫാൾസും, പി 1ഉം ക്യൂ 0യും ആണെങ്കിൽ മാത്രം 0. പി ഇംപ്ലൈസ് ക്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ആൾ പി ആണല്ലോ, ആ ഫസ്റ്റത്തെ ആൾ 1ഉം ലാസ്റ്റ് വരുന്നത് ക്യൂ ആണല്ലോ. അല്ല, ക്യൂ 0യും ആണെങ്കിൽ മാത്രം 0. അതായത് സെക്കൻഡ് വരുന്ന 1 0യിൽ മാത്രമേ 0 ഉള്ളൂ. ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്. ഇതാണ് ഇംപ്ലൈസ്. നെക്സ്റ്റ് വൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇതും കൂടി പഠിച്ചാൽ നമുക്ക് എന്ത് പറയാം, ഈ 4 ഓപ്പറേഷൻ അറിയെങ്കിൽ നമുക്ക് ഏത് ട്രൂത്ത് ടേബിൾ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതാണ് എന്ത് ട്രൂത്ത് ടേബിൾ എന്നുള്ള സെക്ഷൻ.